ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ശങ്കരാന്തിയുടെ അന്ന് രാവിലെ കുളിച്ച് ഞങ്ങളെല്ലാവരും അമ്പലത്തിൽ പോയിട്ടാണ്. ഞാനും അമ്മയും കുട്ടികളും ആയിരുന്നു പോയത്. പൊടിയാട്ടുപാറ മഹാശിവക്ഷേത്രത്തിലായിരുന്നു പോയത്. അവിടെ ശിവപുരാണ യജ്ഞം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ശിവക്ഷേത്രമാണിത്. കുറേ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരമ്പലം. കേരളത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ ശിവലിംഗമാണ് ഇവിടെ സ്ഥിതി ചെയ്യപ്പെടുന്നത്. പടുകൂറ്റൻ പാറക്കല്ലുകൾക്ക് മുകളിലായിട്ടാണ് ഈ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് സ്റ്റെപ്പുകൾ കയറി ആണ് അവിടേക്ക് എത്താറ്. ആദ്യമൊക്കെ കയറി കെട്ടി മുള കൊണ്ടുള്ള ഏണിയൊക്കെ വെച്ച് അങ്ങനെ കയറിപ്പോയ കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഇങ്ങനത്തെ ഇരുമ്പിൻ്റെ സ്റ്റെപ്പുകളാക്കി മാറ്റിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. മുകളിലെത്തിയാൽ ചുറ്റും പാറക്കെട്ടുകൾ, വെള്ളം നിൽക്കുന്നത്, കുറേ ദൂരെ വരെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ, നല്ല അടിപൊളി വ്യൂ ആണ് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ. കുറേ നാളുകൾക്ക് മുന്നേ ഇവിടെയൊക്കെ കരിങ്കൽ കോറികളായിരുന്നു. കല്ല് പൊട്ടിച്ചെടുത്ത് അങ്ങനത്തെ സ്ഥലമായിരുന്നു കേട്ടോ. അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. മുകളിലെത്തിയാൽ പിന്നെ നല്ല വിശാലമായ പാറയാണ് കേട്ടോ. മക്കൾക്കൊക്കെ നന്നായിട്ട് ഓടിക്കളിക്കാനൊക്കെ പറ്റിയ. താഴെ ഭാഗം കുഴിയാണ്, എന്നാലും അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള ഭാഗമാണ്. മക്കൾക്ക് നല്ല രസമാണ് കേട്ടോ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ. അവിടെ അമ്പലത്തിൽ ഭക്തിഗാനം കേൾക്കുന്നുണ്ടേ. അപ്പോൾ ഇവക്കുട്ടി അതിലൊന്നിച്ച് ഡാൻസ് കളിക്കുകയാണ്. ആ പാട്ടിൻ്റെ കൂടെ ഉള്ളൊരു ഡാൻസാണ് കേട്ടോ. ശിവപുരാണ പരിപാടികളൊക്കെ താഴെ കേട്ടോ നടക്കുന്നത്. കാരണം എല്ലാവർക്കും മുകളിലേക്ക് എപ്പോഴും കയറി വരാനുള്ള ബുദ്ധിമുട്ട് കാരണം താഴെ വെച്ചാട്ടോ നടക്കുന്നത്. അമ്പലത്തിൻ്റെ അവിടെ നിന്നാൽ താഴേക്ക് നോക്കുമ്പോൾ ഇത് അതുപോലെയാണ് കേട്ടോ. പാറക്കെട്ടുകളൊക്കെ വെള്ളം നിറഞ്ഞ് നല്ല ഭംഗിയുള്ള അപ്പുറമുള്ള മലകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും അമ്പലത്തിലൊക്കെ വഴിപാടൊക്കെ ചെയ്ത് തൊഴുതിറങ്ങി. അവിടെ മുകളിൽ നിന്ന് തന്നെ കുറച്ച് കാപ്പി ഉണ്ട് കേട്ടോ. കാപ്പിയും കുറച്ച് പ്രസാദവും, അമ്പലത്തിലത്തെ പ്രസാദവും അവിടെ വെച്ച് തന്നെ കൊടുക്കണ്ടേ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടോ. പാൽപ്പായസം ഉണ്ടായിരുന്നു, പിന്നെ ശർക്കര പായസം ഉണ്ടായിരുന്നു, പിന്നെ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം. അതൊക്കെ മേലെത്തി ക്ഷീരത്തിൽ ചെറിയ ചൂടുള്ള കട്ടൻ കാപ്പിയൊക്കെ കൂടെ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. തൊഴുതിറങ്ങിയപ്പോൾ തന്നെ മനസ്സൊക്കെ നിറഞ്ഞു. ആ കാപ്പിയും പ്രസാദം കഴിച്ചപ്പോൾ വയറും നിറഞ്ഞു. നല്ല ഹാപ്പിയായി ഞങ്ങൾ താഴേക്ക് ഇറങ്ങി തുടങ്ങി. കയറുമ്പോൾ വലിയ പ്രശ്നമില്ല തോന്നും കേട്ടോ. ഇറങ്ങുമ്പോൾ മുട്ടുംകാലിനൊക്കെ ഒരു വിറയ്ക്കലോ എന്തോ പോലെയാണ്. എന്നും കയറി ശീലമുള്ള ആൾക്കാർക്കൊക്കെ അത് നല്ല എക്സ്പീരിയൻസ് ആയ ഒരു സ്പീഡിൽ കയറി ഇറങ്ങണോ ഒക്കെ നല്ല സ്പീഡായി ചെയ്യുന്നുണ്ട് കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ പോണ ആൾക്കാർക്കാണ് ഈ